പമ്പ് ചെയ്ത് വിടുക. ഓക്കെ, ആൾറെഡി കണക്റ്റഡായി നമുക്ക് ന്യൂട്രൽ ഇതൊന്നും എടുത്ത് കാണിച്ചു. ഇത് ഫ്രണ്ട്, ന്യൂട്രൽ, റിവേഴ്സ്, ഈ 3 മോഡുകളെ ഇതിലുള്ളൂ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എക്കണോമി. ഹായ് ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മളെ ജോസി ചേട്ടൻ തന്നെ നമുക്ക് സംശയങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഒന്ന്, നമുക്കിതിൽ ഓയിലിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ വാഹനങ്ങളുള്ള പോലെ ഓയിലിൻ്റെ ആവശ്യമുണ്ടോ, ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം കാര്യങ്ങളെക്കുറിച്ചും ഗിയർ സിസ്റ്റം ഇതിനെക്കുറിച്ചൊക്കെയും അതോടൊപ്പം തന്നെ ഇത് ചാർജ് ചെയ്യുന്ന രീതിയെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ചേട്ടാ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ പറയുന്നത്, നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഡിഫറൻസ് അല്ല വരുന്നത്, റാഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതെന്തെന്ന് പറഞ്ഞാൽ ബ്രേക്ക് സിലിണ്ടർ ബ്രേക്കാണ്. അതുകൊണ്ട് മാത്രം നമുക്ക് ബ്രേക്ക് ഓയിൽ കുറയുന്നതനുസരിച്ച് സിലിണ്ടർ ബ്രേക്ക് മാത്രം മാറും, അത്രയേ ഉള്ളൂ. കുറയുന്നത്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഓയിൽ കുറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രേക്ക് പേഡ് കുറഞ്ഞ് വരുന്ന അനുസരിച്ചാണ് ബ്രേക്ക് ഓയിൽ താന്ന് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബ്രേക്ക് ഓയിൽ ഒഴിക്കുന്നതിന് ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രേക്ക് പേഡ് കുറഞ്ഞ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫുള്ളി അത് നമ്മൾ മാറുമ്പോഴത്തേക്ക് നമ്മൾക്ക് കുറവാണെന്നോ ഒരു മെക്കാനിക്കൽ സർവീസ് രണ്ട് സർവീസാണ്. ഫസ്റ്റ് സർവീസ് 2000, സെക്കൻഡ് സർവീസ് 10,000, അത് ഫ്രീ സർവീസാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും മെക്കാനിക്ക് അത് പറഞ്ഞു തരണം. വേറെ കംപ്ലയിൻറ്റുകൾ എല്ലാം വേറെ ഒന്നും തന്നെയില്ല. അപ്പോൾ അതായത് നമുക്കിതിൽ എഞ്ചിൻ ഓയിലോ മറ്റുള്ളതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ബ്രേക്കിൽ മാത്രമാണ് അതും ഇത്ര കൃത്യമായിട്ട് മാറണമെന്നൊന്നുമില്ല. നമ്മളത് കുറഞ്ഞ് വരുന്നതനുസരിച്ച് നമ്മളത് ഫില്ല് ചെയ്താൽ മതിയാകും. അപ്പോൾ ആ ഡൗട്ട് ക്ലിയറായി. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഗിയർ സിസ്റ്റം ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഒന്ന് കാണിച്ച് തന്നെ തരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഇലക്ട്രിക് ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗിയർ സ്വിച്ച്, എല്ലാവരും വിചാരിക്കും ക്ലച്ച് ഉണ്ടോ ബ്രേക്ക് ഉണ്ടോ ആകെ ആയിരിക്കും. വേറെ ഒന്നുമില്ല. നമുക്ക് ഒന്ന് ഫസ്റ്റ് സ്വിച്ച് ഇടുക, ഇഞ്ചിൻ സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യുക, സ്വിച്ച് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ബ്രേക്ക് പമ്പ് ചെയ്ത് വിടുക. ഓക്കെ, ആൾറെഡി കണക്റ്റഡായി നമുക്ക് ന്യൂട്രൽ ഇതൊന്നും എടുത്ത് കാണിച്ചു. ഇത് ഫ്രണ്ട്, ന്യൂട്രൽ, റിവേഴ്സ്, ഈ 3 മോഡുകളെ ഇതിലുള്ളൂ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എക്കണോമി മോഡും ബൂസ്റ്റ് മോഡൽ. എക്കണോമി മോഡൽ നമുക്ക് മൈലേജ് കൂടാൻ, നമുക്ക് പേലോഡ് കുറവാണെങ്കിൽ എപ്പോഴും പോകേണ്ട എക്കണോമി മോഡിലാണ്. അത് എന്താണെന്ന് ചെയ്യുന്നത്, നമുക്ക് മൈലേജ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ബൂസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കയറ്റം അല്ലെങ്കിൽ ലോഡ് കൂടുതൽ എവിടെയെങ്കിലും ലാഗ് വരുന്നെങ്കിൽ ബൂസ്റ്റ് മോഡൽ ഇടാം. ആൾറെഡി അപ്പോൾ തന്നെ റിട്ടേൺ എക്കണോമി ആകുമ്പോൾ മൈലേജ് കൂടാൻ വേണ്ടി നമുക്ക് റിട്ടേൺ പിടിക്കാൻ പറ്റും. അത് എപ്പോഴും ഇടണമെന്നില്ല. അടുത്തത് ലൈറ്റ് സ്വിച്ചുകൾ. പിന്നെ വേറൊരു മെയിൻ കാരണം ഇതിൻ്റെ ഇലക്ട്രിക് പരമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവരും വിചാരിക്കും നമ്മൾ ഇലക്ട്രിക് ഇതിൽ അസിസ്റ്റ് ചെയ്യുന്ന 12 വോൾട്ട് ചെറിയൊരു ബാറ്ററി ഉണ്ട്. നമുക്ക് അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാ ബാറ്ററി വെച്ചിരിക്കുന്ന ലൈറ്റ്, വൈപ്പർ കാര്യങ്ങൾ എല്ലാം പോകുന്നത് 12 വോൾട്ട് ബാറ്ററിയിലാണ്. നമുക്കിതിൽ അഡീഷണൽ സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ 12 വോൾട്ട് ബാറ്ററിയാണ്. അത് ആൾറെഡി ഇതിൽ തന്നെ ഉണ്ട്, സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. അത് ഇവിടെ തന്നെ ഇത് കാണാം. ഇതാണ് ആ ബാറ്ററി. അപ്പോൾ ഇത് 12 വോൾട്ടാണ്. അപ്പോൾ അത് ലൈറ്റിൻ്റെയും സെറ്റ് കാര്യം, ഹോൺ ഇതെല്ലാം വരുന്ന 12 വോൾട്ടാണ്. അതിനാണ് ആ സെപ്പറേറ്റ് ബാറ്ററി. ആൾറെഡി ഇത് ഓട്ടോമാറ്റിക് ഇതിൽ തന്നെ റീചാർജ് ചെയ്യുന്നതാണ്. ഓക്കെ, എഞ്ചിൻ മോട്ടോർ ബേസിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്നത്. ആൾറെഡി നമ്മൾ കാണിച്ച് തന്നെയാണ് അത് പറയുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് നോക്കാം. ഇത് തന്നെയാണ് ഇതിൻ്റെ മോട്ടർ 2 റാഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ബാറ്ററി ഉള്ളത്. ബാറ്ററിയിൽ നിന്ന് DC ബാറ്ററി AC ആക്കുന്ന കൺവെർട്ടറാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ ബാറ്ററി ഒന്ന്, ഈ കൺവെർട്ടർ മോട്ടറാണ്. ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ബേസായിട്ട് വരുന്നത്. അത് കമ്പനി 5 വർഷം വാറണ്ടി തരുന്നുണ്ട്. റാഡാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ റാഡാണ്. നമ്മൾ പാസഞ്ചറിനാണെങ്കിൽ ഡിഫറൻസ് വരും. അത് ഓയിൽ നമുക്ക് 10,000-നും ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇതിന് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ നോക്കുക, ഓയിൽ സീല് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയാൽ മാത്രം മതി. വേറെ വലിയ രീതിയിലുള്ള റിപ്പയർ ചാൻസ് കുറവാണ്. അതാണ് ഇതിൻ്റെ നേട്ടം. മെയിൻ്റനൻസ് കോസ്റ്റ് 0 ആണ്. കമ്പനീനെ പ്രൊവൈഡ് ചെയ്യുന്ന 5 വർഷം വാറണ്ടി കൊടുക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ചേട്ടാ, മറ്റൊരു ഡൗട്ട്, ഇത് നമുക്ക് ചാർജ് വീണ്ടും നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ആദ്യമേ ചെയ്യണം. അതാണല്ലോ നമുക്ക് കമ്പനി ഗ്യാരണ്ടി തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും ചാർജ് ചെയ്യണമെങ്കിൽ, വല്ല പോസ്റ്റിലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അത് പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാൻ പറ്റും? നമുക്ക് മൊബൈൽ ആപ്പ് വഴി അതിൻ്റെ ചാർജിങ് പോയിന്റുകളുണ്ട്, സ്റ്റേഷനുകളുണ്ട്. നമുക്കത് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നതൊക്കെ തന്നെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനൊരു ആപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിന് പേയ്മെൻറ്റ് ചെയ്ത് ചാർജിങ് കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണ്. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ചാർജർ ഓക്കെ ആകുമ്പോൾ നമുക്ക് വണ്ടി തന്നെ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതുപോലെ ഈ വാഹനം നമുക്ക്
ഈ ആപ്പ് വഴി വാഹനം നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടെത്താം. നാവിഗേഷൻ സിസ്റ്റം ഉണ്ട് ആൾറെഡി. നമ്മൾ വണ്ടി നാവിഗേഷൻ സിസ്റ്റം കൂടി ഇൻബിൽഡ് ആണ്. അപ്പോൾ അതും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം മൊബൈൽ വഴി. നമ്മളിപ്പോൾ വണ്ടി അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഡ്രൈവറാണ് വെച്ച് കൊടുക്കുക, വണ്ടി എവിടെ കിടക്കുന്നു എന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. മോട്ടർ കണക്ട് ബ്രേക്ക് ഓപ്പൺ ചെയ്ത ലിങ്ക് ആയിട്ടുണ്ട്, നമുക്ക് കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് എപ്പോഴും നമുക്ക് പുഷ് ചെയ്യണമെന്നില്ല. നമുക്ക് മോട്ടോർ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ തന്നെ വണ്ടി ഓഫായി. ഇത് കണ്ടോ, അതൊരു ബാലൻസിങ് ആയി. ഒരു ഡ്രൈവർ ഒരാഴ്ച 1 വീക്കിലെങ്കിലും ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ബാലൻസിങ് മനസ്സിലാവും. ഇത് കണ്ടോ, അതാണ് മോട്ടോർ റിട്ടേൺ പോയിരിക്കുന്നത് ഓഫായി. അതാണ് അതിൻ്റെ സിസ്റ്റം. നമ്മൾ എങ്ങനെ റൈസ് ചെയ്യുന്നു റിട്ടേൺ വരുമ്പോഴത്തേക്ക് കറണ്ട് നമ്മൾ റിട്ടേൺ വരികയാണ്. അതായത് നമ്മൾ ഫാൻ എങ്ങനെ നമ്മൾ റെഗുലേറ്റർ വഴി ഓൺ ചെയ്യുമ്പോൾ ഓഫ് ആൻഡ് ചെയ്യുമ്പോൾ അതേകണക്ക് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹാൻഡ് ബ്രേക്ക് ഇട്ട് എല്ലാ ഡ്രൈവർമാരും പ്രത്യേക ശ്രദ്ധയ്ക്ക് കമ്പനി വാറണ്ടി കൊടുക്കുന്ന മറ്റേ ഹാൻഡ് ബ്രേക്ക് പിടിച്ചുകൊണ്ട് വണ്ടി മൂവ് ചെയ്യുന്നത്. കാരണം മോട്ടോർ ഇലക്ട്രിക് അത് നമുക്ക് ഏത് കാര്യങ്ങളുണ്ടോ അവർ കമ്പനിക്ക് ഉത്തരവാദിയല്ല. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ ELCB കാര്യങ്ങൾ കറണ്ടിൻ്റെ വേരിയേഷൻ. ഇതിന് ഒരുപാട് ആളുകൾ കസ്റ്റമർ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ഇലക്ട്രിക് നമ്മുടെ ചാർജറിൻ്റെ പ്രോബ്ലം പറഞ്ഞാൽ. അപ്പോൾ മുൻകാലഘട്ടത്തിൽ ആ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് മഹീന്ദ്ര തന്നെയാണ് ഓരോ സിസ്റ്റമായിട്ട് ഇത് കഴിഞ്ഞതിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളെ പാസഞ്ചർ ഓട്ടോയ്ക്ക് ഇത് 3 വർഷത്തെ വാറണ്ടിയില്ല പുതിയ ഇറങ്ങുന്നത്. ഇപ്പോൾ PUവിൽ തന്നെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി 1 വർഷം, അത് അത്രയും പുതിയ മോഡലായിട്ട് ആ വാറണ്ടി നിർത്തലാക്കി. എന്ന് പറഞ്ഞാൽ കമ്പനി അത്രയും കംഫർട്ടായി ഉണ്ടാക്കുന്ന ഗ്യാരണ്ടി 1 ഇയർ വാറണ്ടിയിലാണ് ഇത് കിടക്കുന്നത്. നമ്മൾ പഴയ ഇലക്ട്രിക് സപ്ലൈസ് കറണ്ട് കാര്യങ്ങളെല്ലാം പ്രോബ്ലം കാരണം ELCB കാര്യങ്ങളിലും വീട്ടിൽ മസ്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് മഹേന്ദ്രയ്ക്ക് കസ്റ്റമർ കൂടെ നിൽക്കുന്ന ഫോട്ടോ 2 വീട്ടിൽ മസ്റ്റായിട്ട് വണ്ടി കയറി ചെല്ലണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കമ്പനി അത്രയും സ്ട്രോങ് ആയിട്ട് ഡയറക്റ്റ് പോയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ് വാറണ്ടി പീരീഡ് കഴിയുന്ന മുമ്പ് എന്ത് കേസുണ്ടെങ്കിൽ മഹേന്ദ്രയാണ് നോക്കും. അപ്പോൾ കസ്റ്റമർ എത്രയും പവർഫുള്ളാക്കി അവർക്ക് സർവീസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോകുന്നു. സെയിൽ മാത്രമല്ല, മാർക്കറ്റിംഗ് ആയാലും നമ്മൾ എപ്പോഴും ഒരു കസ്റ്റമർക്ക് സെയിൽ ചെയ്യുക മാത്രമല്ല, സർവീസാണ് മെയിൻ കൊടുക്കുന്നത്. എങ്കിലേ കസ്റ്റമർ വീണ്ടും വീണ്ടും വരത്തും. അതാണ് എൻ്റെ മെയിൻ അജണ്ട, മഹേന്ദ്രയുടെ തന്നെ. അടുത്ത് നമ്മൾ ഇതിൻ്റെ ചാർജിങ് ആണ് നോക്കുന്നത്. ഇതാണ് ചാർജർ. അപ്പോൾ ഇതിൽ വലിയൊരു പവർ പ്ലഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ELCB നേരത്തെ ചെയ്തിട്ടുണ്ടായിരിക്കണം, എങ്കിലേ കമ്പനി ഈ വണ്ടി തന്നെ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ELCB ഡയറക്റ്റായിട്ട് നമ്മൾ മീറ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് ലൈൻ വലിച്ചൊരു ELCB വയ്ക്കണം. ഇത് മസ്റ്റാണ്. 40 ആംപിയർ ELCB ആണ് നമ്മൾ വെക്കേണ്ടത്. 60 mm പവർ പ്ലഗ്. ഓക്കെ. അപ്പോൾ ഡയറക്റ്റായിട്ട് പവർ പ്ലഗ് അതിൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വളരെയധികം ലോങ് ഇടാൻ പാടില്ല. വാഹനം തൊട്ടടുത്ത് നിർത്തി ചെയ്യാൻ തക്ക രീതിയിൽ വേണം ഇത് സജ്ജീകരിക്കേണ്ടത്. അത് പ്രത്യേകം കമ്പനി പറയുന്ന ഒരു കാര്യമാണ്. ഇത്ര ഡിസ്റ്റൻസ്, ഇതിലപ്പുറത്ത് നമ്മൾ ഒരുപാട് ലോങ് ആക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്യാൻ പോവാണ്. ചാർജിങ് കണക്ടറാണ് ഇവിടെ. നിങ്ങളിവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, കണക്ട് ആയി കഴിഞ്ഞു. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. പവർ പ്ലഗ് ഓൺ ചെയ്യുക. ഇനി നമ്മൾ എത്ര മണിക്കൂർ കൊണ്ടാണ് ഇത് ഫുള്ള് ലോഡാവുന്നത്? ഇത് ലോഡാവുന്നത് 3.5 മണിക്കൂർ. 3 മണിക്കൂർ 50 സെക്കൻഡ്. 3 മണിക്കൂർ 50 സെക്കൻഡ്. പറയും. ഇത് വണ്ടി ചാർജിങ് ആയി എന്ന് അങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ സിമ്പിൾ ഉണ്ടാകത്ത് അത് ബ്ലിങ്ക് ആവും. അതോടൊപ്പം തന്നെ ഇതിനൊരു ഫാനുണ്ട്. ഫാനിൻ്റെ ഒരു സൗണ്ട്, വർക്ക് ചെയ്യുന്ന സൗണ്ട് കൂടെ കേട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അത് ചാർജിങ് ആയി. ചാർജ് ഫുള്ളായി എന്ന് എങ്ങനെ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ അടുത്ത ബാറ്ററി ലൈറ്റ് ഫാൻ കട്ട് ഓഫ് ആവുകയും ബാറ്ററി ലൈറ്റ് നമ്മൾ ഇത് സ്റ്റഡി ആവുകയും ചെയ്യും. അതാണ് എൻ്റെ സിസ്റ്റം. പിന്നെ കമ്പൽസറി നമുക്ക് ഇതിൻ്റെ സെല്ല് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ നമുക്ക് ഇത് ഓഫ് ചെയ്തു, ചാർജർ ഓഫ് ചെയ്തില്ലാന്ന് പേടിക്കേണ്ട കാര്യമില്ല. 24 hours കിടന്നാൽ നല്ലതാണ്. കണക്റ്റഡ് ബാറ്ററി സെല്ലാണ് 1 വീക്കിലെങ്കിലും കമ്പനി വരുന്നത്. നമ്മൾ ഫുള്ളായി ഇങ്ങനെ ഇട്ടേക്കണം. അപ്പോൾ മൈലേജ് കൂടും. അപ്പോൾ ഫുൾ ചാർജ് ഇട്ടിരിക്കുക. നമുക്ക് ആവശ്യം വരുമ്പോൾ വണ്ടി എടുത്താൽ മാത്രം മതി. അതാണ് നമുക്ക് എപ്പോഴും 1 വീക്കിലെങ്കിലും ഫുള്ളി 0 ആക്കിയിട്ടായാലും നമ്മൾ ഫുൾ കണക്റ്റ് ആവാം. അപ്പോൾ സെൽ ബാലൻസ് ചെയ്യും. അപ്പോൾ സെൽ ബാലൻസ് ചെയ്യുമ്പോൾ ഫുള്ളിലേക്കും മൈലേജ് നല്ല രീതിയിൽ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് മൈലേജ് ഇത് 110 ആണ് എങ്കിൽ നമുക്കൊരു 100 പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 100 കിലോമീറ്റർ നമുക്ക് ഈ മൈലേജ് ഇപ്പോൾ തീരുന്നത് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? അടുത്ത് റീചാർജ് ചെയ്യേണ്ട ഒരു ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് നമുക്ക് ഇതിലേക്ക് കാണിക്കും. മീറ്ററിൽ തന്നെ ആടാക്കാം. ഇതിന് 97 പോയിന്റ്.
97 ഫുൾ ചാർജിങ് ആകുമ്പോൾ 110 കാണിക്കും. പിന്നെ 97 കിലോമീറ്റർ ഓടാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കുറയുന്നതനുസരിച്ച് അത് കുറഞ്ഞു വരും. ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാർജ് ചെയ്യാതെ പോകാൻ പാടില്ല. അതായത് അത് തന്നെ കമ്പനി സ്റ്റഡി ചെയ്യുന്നത് നമുക്ക് ഒരു 10 കിലോമീറ്റർ സ്പീഡ് കുറച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്താലേ 0 ആയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പാണ്. ഓക്കെ. ശരി. അപ്പോൾ ചാർജിങ്ങിൻ്റെ ഒരു വിവരവും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ ബാറ്ററിയുടെ എവിടെ 2 ലൈറ്റും ഗ്രീൻ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അത് ഫാനിൻ്റെ സൗണ്ട് കണ്ടോ? ചാർജ് ഫുള്ളാകുമ്പോൾ എന്താ സിമ്പിൾ? ഈ സിമ്പിൾ ബാറ്ററിയുടെ സിമ്പിൾ സ്റ്റഡി ആവും. ചാർജ് ഫുള്ളായിരിക്കുമ്പോൾ ഈ ബാറ്ററിയുടെ സിമ്പിൾ സ്റ്റഡി ആവും. ശരി, കത്തി നിൽക്കും. സ്റ്റഡി ആവും. അങ്ങനെ തന്നെ നിൽക്കും. ഇതിപ്പോൾ ബ്ലിങ്ക് ചെയ്യണല്ലോ. ബ്ലിങ്ക് ചെയ്യണം. ഓക്കെ. ശരി. മറ്റൊരു കാര്യം കൂടി, വർക്കുകൾ ചെയ്യുമ്പോഴത്തെ കമ്പനിയാണ് ബേസ് ചെയ്തത്. അവർ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇലക്ട്രിക് വെൽഡിങ് പാടില്ല. നമ്മൾ കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഇവിടെ ഈ സാധാരണ പിക്കപ്പുകളിൽ കുറച്ച് ബോഡിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാ വെൽഡിങ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് പുള്ളി. ഇലക്ട്രിക് വെൽഡിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ. കമ്പനി വാറണ്ടി നഷ്ടപ്പെടും. അപ്പോൾ അതിന് ഡാമേജ് സംഭവിക്കാം. ഇലക്ട്രിക് വെൽഡിങ് പാടില്ല. മസ്റ്റായിട്ട് കസ്റ്റമേഴ്സ് എല്ലാ കസ്റ്റമേഴ്സും ചെയ്യുന്ന ഗ്യാസ് വെൽഡിങ് മാത്രം. അല്ലെങ്കിൽ ഫുള്ള് ചെയ്ത് മെറ്റലോട്ട് ഫിക്സ് ചെയ്യാം. അതാണ് സിസ്റ്റം. ഓക്കെ ചേട്ടാ. അപ്പോൾ കമ്പനി വർക്ക് ചെയ്യണം. കമ്പനി ഇതെല്ലാം മാറ്റി ചെയ്ത് തരും. ഓക്കെ. എങ്കിൽ നമ്മളൊരു ഷോറൂമിൽ ഡയറക്റ്റ് പോയാൽ പോലും ഇത്രയും വിവരം കൃത്യമായിട്ട് കിട്ടില്ല. അത്രയും വിവരങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോസിലൂടെ ഒക്കെ തരാൻ സമയം കണ്ടെത്തിയ ജോഷി ചേട്ടന് വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ.